കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഒന്നാം പ്ലാറ്റ്ഫോമിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി. 445.9 കോടി രൂപയുടെ പദ്ധതി 2026 ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ഒന്നാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന കെട്ടിടങ്ങളാണ് ആദ്യം പൊളിച്ചു നീക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിരുന്ന റിസർവേഷൻ കൗണ്ടറുകൾ, സ്റ്റേഷൻ മാനേജർ ഓഫീസുകൾ എന്നിവ താൽക്കാലികമായി നാലാം പ്ലാറ്റ്ഫോമിലെ കെട്ടിടത്തിലേക്ക് മാറ്റി. നിലവിലുള്ള കെട്ടിടങ്ങളിൽ 90% പൊളിച്ചു മാറ്റിയാണ് പുതിയവ നിർമ്മിക്കുന്നത്. 1ഉം 4ഉം പ്ലാറ്റ്ഫോമുകളിൽ 5 നില കെട്ടിടമാണ് ഉയരാൻ പോകുന്നത്. ഈ കെട്ടിടങ്ങളിൽ 2 നിലകളും യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കുമാണ് വിനിയോഗിക്കുക. ബാക്കി 3 നിലകളും മാൾ മുതൽ മൾട്ടിപ്ലക്സ് വരെ നിർമ്മിക്കാൻ വാണിജ്യ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കും. നിലവിലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് പകരം 2.5 ഇരട്ടിയധികം വീതിയിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. എന്നാൽ നീളം കുറയും. 445.9 കോടി രൂപ പദ്ധതിയുടെ കരാറുകാർ സേലത്തെ റാങ്ക് പ്രൊജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എത്രയും പെട്ടെന്ന് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് MK രാഘവൻ MP പറഞ്ഞു. അപ്പോൾ 2-3 വർഷം കൂടെ പൂർത്തിയാക്കണമെന്നാണ് അതിൻ്റെ ഒരു ലിഖിതമായിട്ടുള്ള ഒരു നിർദ്ദേശം. ജനുവരിയിൽ അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോകണം. ആ റിവ്യൂ മീറ്റിങ്ങിന് ശേഷം മാത്രമേ നമുക്കത് എന്തുമാത്രം നടന്നില്ല കൃത്യമായി പറയാൻ സാധിക്കും. അതെല്ലാം വർക്ക് നടക്കുകയാണ്. കുറേ കൂടെ സ്പീഡ് കൂടണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടവും പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വഴിയൊരുക്കുന്ന അനുബന്ധ റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സ്ഥലം ആവശ്യമായി വരുന്നതിനാൽ റോഡ് കൂടുതൽ കിഴക്കുഭാഗത്തേക്ക് മാറ്റും. കിഴക്കുഭാഗത്ത് നിലവിലുള്ള റോഡ് പഴയ ക്വാർട്ടേഴ്സുകളുടെ സ്ഥാനത്തേക്ക് മാറുമ്പോൾ റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്ത് വലിയങ്ങാടിയെയും ഫ്രാൻസിസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പുതിയൊരു റോഡും വരും. 650 മീറ്ററിൽ 4 വരി പാതയായിരിക്കും നിർമ്മിക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.